നമസ്കാരം. ചന്ദ്രൻ മീനം രാശിയിലേക്ക്, അതായത് കുംഭം കഴിഞ്ഞ് ചന്ദ്രൻ മീനം രാശിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയ തിഥിയിലാണ് ഇത് സംഭവിക്കുക. ഈ ദിവസം ചില യോഗങ്ങൾ രൂപാന്തരപ്പെടും എന്ന കാര്യവും നാം അറിയേണ്ടതാകുന്നു. ഏതെല്ലാം യോഗങ്ങളാണ് രൂപാന്തരപ്പെടുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം. രവിയോഗം, സിദ്ധയോഗം, സദ്യയോഗം, പൂരുരുട്ടാതി നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്നതാകുന്നു. ജ്യോതിഷപ്രകാരം ചില രാശിക്കാർക്ക് ഇന്ന് രൂപം കൊള്ളുന്ന ഐശ്വര്യയോഗങ്ങളുടെ ശുഭഫലം ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഫലങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക, എന്തെല്ലാം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ രാശി മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പരമശിവന്റെ കടാക്ഷത്താൽ, ദേവന്മാരുടെ ദേവനായ സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ പല ആഗ്രഹങ്ങളും മഹാദേവന്റെ കൃപയാൽ സഫലമാകാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഏറ്റവും മികച്ച അവസരം തന്നെയാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. അത് വാഹനങ്ങളാകാം, അതേപോലെ സ്ഥലമോ വീടോ ആകാം. അത്തരത്തിൽ വാങ്ങാൻ പോവുകയാണ് എങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഈ സമയം ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന സമയം. പ്രണയിക്കുന്നവരാണ് എങ്കിൽ തർക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സമയം. ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. കർമ്മമേഖലയിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽ പുരോഗതിക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ തന്നെ സംജാതമാകും. ബിസിനസ്സുകാർക്കും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു. പരമശിവന്റെ അനുഗ്രഹത്താൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുകയാണ് എങ്കിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളെ വേഗം തന്നെ തേടി എത്തുന്നതാകുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരവഴിപാടും പിൻവിളക്കും നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കൂടാതെ ഫലങ്ങൾ വന്ന് ചേരുന്നതാണ്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാർക്ക് ഫെബ്രുവരിയിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന ദിവസങ്ങളാണ് ഇത്. ഭഗവാന്റെ കടാക്ഷത്താൽ, സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താൽ മിഥുനം രാശിയിലുള്ള വ്യക്തികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ധനം, അത് നിങ്ങൾക്ക് ഏതവസ്ഥയിലാണ് എങ്കിൽ പോലും തിരികെ ലഭിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് കൈവായ്പയാണ് എങ്കിൽ പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ശുഭകരമായ വാർത്തകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നോ അല്ലാത്ത വ്യക്തികളിൽ നിന്നോ കേൾക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകർന്നു നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളെ ദിവസം മുഴുവൻ സന്തോഷിപ്പിക്കുന്ന കാര്യമായി തീരാം. കൂടാതെ വീട് പുതുക്കി പണിയുവാനോ ഏതെങ്കിലും തരത്തിലുള്ള ആഡംബരപരമായ വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ വാങ്ങുവാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ, വാങ്ങുവാൻ അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്ന സമയമാകുന്നു. അതുവഴി ബിസിനസ്സിൽ വിജയങ്ങൾ, നേട്ടങ്ങൾ, സാമ്പത്തികപരമായ ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ തന്നെ വന്നു ചേരുന്ന അവസരങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കൈവിടാൻ പാടുള്ളതല്ല. ബിസിനസ്സിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. സാക്ഷാൽ പരമശിവന്റെ കടാക്ഷമാണ് കൂടെയുള്ളത്. തീർച്ചയായും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് ധാരയും പിൻവിളക്കും നടത്തി മുന്നോട്ടു പോവുക. 108 തവണ തന്നെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്
കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ നേട്ടത്തിന് അവസരങ്ങൾ കൂടുതലാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ആത്മവിശ്വാസം നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കുന്ന അവസരമാണ് വന്നു ചേരുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുവാൻ ശ്രമിച്ചാൽ പോലും അവയെല്ലാം പരാജയപ്പെടുത്തുവാൻ, അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ അതെല്ലാം കൃത്യസമയത്ത് തീർക്കുവാൻ സാധിക്കും. മഹാദേവന്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹ പൂർത്തീകരണം, അതേപോലെ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുക, ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. നിങ്ങൾ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് എങ്കിൽ അതിന് അനുകൂലമായ ദിവസങ്ങളായി തന്നെ ഇത് മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നും, നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന അവസരങ്ങൾ പോലും കൈവരുന്നതാകുന്നു. പണം നിങ്ങളുടെ ജീവിതത്തിൽ ലാഭിക്കുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ വന്നു ചേരും. അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. കൂടാതെ നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും പരമശിവനെ ആരാധിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ധാരയും പിൻവിളക്കും വഴിപാടും നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. മറ്റൊരു രാശി മകരം രാശിയാകുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ പല ജോലികളും പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആദായം, ഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. ചില ശുഭകരമായ വാർത്തകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നും കേൾക്കുവാൻ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കേൾക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനവും നിങ്ങളുടെ പ്രശസ്തിയും അതേപോലെ തന്നെ അംഗീകാരങ്ങളും സ്വീകാര്യതയും വർദ്ധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കളെ സന്തുഷ്ടരാക്കുവാൻ, സുഹൃത്തുക്കളെ സന്തുഷ്ടരാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ കടന്നു വരും. അത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളെയാണ് എങ്കിൽ പോലും അവരെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ മറ്റുള്ളവർക്ക് സഹായം നൽകുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. അതുമായി ബന്ധപ്പെട്ട് പണം ചെലവഴിക്കേണ്ടതായി വരാം. കൂടാതെ മാനസികമായ സമാധാനം അല്പം ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ തീർച്ചയായും പരമശിവന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും അതേപോലെ തന്നെ തീർച്ചയായും ധാരയും പിൻവിളക്ക് നടത്തി പ്രാർത്ഥിക്കുക. ഭഗവാന്റെ കടാക്ഷത്താൽ തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ ജീവിതത്തിൽ കടന്ന് വരിക തന്നെ ചെയ്യും.